നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താ പാർവതി ആലോചിക്കുന്നേ? ഞാൻ നിത്യയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു അമ്മേ. അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് കഴിയണം. എടി അതിപ്പോ കഴിയുമല്ലോ, തീരുമാനിച്ചില്ലേടി, പിന്നെന്താ? അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ഒരു പെൺകുട്ടിയുടെ കല്യാണം ചെലവ് നടത്തണ്ടേ? ഹാള്, സദ്യ, ഈ വക ചെലവുകളൊന്നും വരുന്നില്ലെന്ന് വെക്കാം. സ്വർണ്ണം എന്തെങ്കിലും ഇട്ടു കൊടുക്കണ്ടേ? ഇപ്പൊ സ്വർണത്തിന് എന്താ വില? കൊറേയൊക്കെ കയ്യിൽ കരുതി വെച്ചിട്ടില്ലേ, അത് കൊടുത്താ പോരെ? അത് വളരെ കുറച്ചല്ലേ ഉള്ളൂ അമ്മേ. മനോഹരേട്ടന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? എല്ലാം മനോഹരേട്ടൻ നോക്കിക്കൊള്ളൂ എന്നല്ലേ ഞാൻ കരുതിയത്. ഇപ്പൊ എല്ലാം എന്റെ തലയിലായി. ഒരു വഴിയുണ്ട്. കടം മേടിക്കാൻ എന്നോട് പറയരുത്, അതിന് ഞാനില്ല. എടി അതല്ല, പ്രഭാവതിയുടെ കാല് പിടിക്കാനായിരിക്കും. ഒരു മാർഗവും കണ്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യാന്നാ ഞാനും വിചാരിക്കുന്നത്. എന്റെ ബുദ്ധിമുട്ട് ഞാനിങ്ങ് തുറന്നു പറയും, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാന്? എടി അല്ലാതെ വഴിയുണ്ട്. അതേത് വഴി? എടി അവളുടെ കയ്യില് സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ, ആ ദേവികയുടെ. അത് മേടിക്കാനോ? അതവള് തരുവോ? പിന്നെ തരണ്ടേ? ഈ വീട്ടിലെ ഒരു ആവശ്യമല്ലേ, അതും ഇങ്ങനെ ഒരു അവസ്ഥയില്. എടി അവള് സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആര് സഹായിക്കാനാ? ഈ കല്യാണം തന്നെ മുടക്കൂന്നും പറഞ്ഞ് നടക്കുന്നവൾ അവള്. ആ നിലയ്ക്ക് അവള് സ്വർണം തരുമോ അമ്മേ? എനിക്ക് സംശയമുണ്ട്. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ കിട്ടും. ശ്രമിച്ചു നോക്കല്ലേ? പോയാലൊരു വാക്ക്, കിട്ടിയ സ്വർണം. അതെ, നിർബന്ധമായിട്ടും തരാൻ തന്നെ പറയണം. ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നാണല്ലോ അവൾ എപ്പോഴും പറയാറ്. എടി അത് ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കേണ്ടത്? ജോലി അവൾക്ക് എന്തായാലും കിട്ടി, ആ നിലയ്ക്ക് സ്വർണം കുറച്ച് തരാൻ തന്നെ പറയണം. അവള് തരും, തരീക്കണം, മനസ്സിലായോ? നോക്കാം. നോക്കാം. എങ്ങനെയുണ്ടച്ച? സുഖമാണോ? ഒരുപാട് കാലം വിശ്രമമില്ലാതെ ഓടിയല്ലേ, ഇനി വിശ്രമിക്കേ. സത്യത്തില് അച്ഛൻ്റെ ഈ കിടപ്പ് കാണുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. എന്റെ കല്യാണത്തിന് ഉണി നടക്കേണ്ട ആളായിരുന്നു. എന്തു ചെയ്യാ, വിധി അനുവദിച്ചില്ല. അച്ഛ, കാര്യങ്ങൾ എന്തായാലും ഇവിടം വരെ എത്തി. ഇനി അച്ഛൻ ചെയ്യേണ്ട എന്താണെന്നറിയാം? മനസ്സുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കാന്നുള്ളത്. ജീവിച്ചു പോട്ടെ അച്ഛൻ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഇവിടം വരെ എത്തിയത്. ഇത്രയും കാലം സമ്പാദിച്ചത് മുഴുവൻ, സ്വപ്നം കണ്ടത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുമെന്ന് പറഞ്ഞാ സഹിക്കാൻ പറ്റുമോ എനിക്ക്? അതുകൊണ്ടാ എനിക്ക് അച്ഛനെ ഈ നിലയിലാക്കേണ്ടി വന്നത്. ഇതായിരുന്നില്ല എന്റെ ലക്ഷ്യം. ഭാഗ്യം കൊണ്ട് അച്ഛൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒന്നും മനഃപൂർവ്വമല്ല അച്ഛൻ. അതുകൊണ്ട് അച്ഛൻ എനിക്ക് മാപ്പ് തരണം. പിന്നെ അവള് ദേവിക, അവളാ എന്റെ അടുത്തേര. ഞാൻ പറയുന്ന പോലെ പെരുമാറിയില്ലെങ്കിൽ അവക്കും ഇതേ ഗതി വരും. എന്തിനാ വെറുതെ ഇത്ര ചെറുപ്പത്തിൽ തളർന്നു നടക്കുന്നത്? ഉപദേശിക്കാൻ അച്ഛനെ കൊണ്ട് കഴിയില്ല എന്ന് എനിക്കറിയാം. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം, അപ്പോ അവളുടെ മനസ്സ് നന്നാവും. ഇനി എന്റെ കാലം വച്ചാ വരാൻ പോകുന്നത്. ഞാനാ ഈ വീട് ഭരിക്കാൻ പോകുന്നത്. അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവണം.